ഹലോ ഡിയേഴ്സ്, നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് അടുത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് LGS, OA അതുപോലെ തന്നെ LDCക്കാർക്ക് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ ഉള്ള എല്ലാ ക്വസ്റ്റ്യൻസും. അപ്പോൾ നമ്മൾ ഈ ഒരു സീരീസ് മുടങ്ങാതെ ഉണ്ടാവും. നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പം അതുപോലെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് കൊടുക്കുക. കാരണം ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നും ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അടുത്ത ഒരു LGS, LDC അതുപോലെ തന്നെ OA എക്സാം എഴുതുന്നവർക്ക് എന്തായാലും ഇത് പ്രയോജനപ്പെടുത്തുന്നുള്ളത് 100% ഉറപ്പാണ്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഉത്തരാർദ്ധഗോളത്തിൽ ഏഷ്യൻ ഭൂഖണ്ഡത്തിൻ്റെ ഏതു ഭാഗത്തായാണ് ഇന്ത്യയുടെ സ്ഥാനം? തെക്ക് ഭാഗത്താണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വടക്കേ അറ്റവും തെക്കേ അറ്റവും തമ്മിൽ ഏകദേശം എത്ര ഡിഗ്രിയുടെ വ്യത്യാസമാണ് ഉള്ളത്? 30 ഡിഗ്രിയുടെ വ്യത്യാസമാണ് ഉള്ളത്. ഡെക്കാൻ പീഠഭൂമിയുടെ ആകൃതി ഏതാണ്? ത്രികോണാകൃതിയാണ് ഡെക്കാൻ പീഠഭൂമിക്ക്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ ഭൂവിഭാഗം ഏതാണ്? ഉപദ്വീപീയ പീഠഭൂമിയാണ്. ഇനി അറബിക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി ഏതാണ്? അത് ഗംഗയാണ്. താപ്തി, സിന്ധു, പെരിയാർ. ആറാമത്തെ ക്വസ്റ്റ്യൻ. മൂത്തോൻ സംവിധാനം ചെയ്തത് ഗീതു മോഹൻദാസ് ആണ്. 7. 2020 ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച നടനായി തെരഞ്ഞെടുക്കപ്പെട്ടത് നിവിൻ പോളി. 2020 ഒക്ടോബർ 15 അന്തരിച്ച പ്രശസ്ത കവിയും 2019 ജ്ഞാനപീഠ പുരസ്കാര ജേതാവുമായ വ്യക്തിയാണ് അക്കിത്തം അച്യുതൻ നമ്പൂതിരി. അടുത്ത ക്വസ്റ്റ്യൻ. ഏഴാച്ചേരി രാമചന്ദ്രൻ വയലാർ അവാർഡ് നേടിക്കൊടുത്ത കവിതാ സമാഹാരം ഏതാണെന്നാണ്? ഒരു വെർജീനിയൻ വെയിൽക്കാലമാണ്. നേപ്പാളിലെ ഓൾഡ് മോങ്ക് രാജ്യാന്തര ചലച്ചിത്രമേളയിൽ മികച്ച ചിത്രം, മികച്ച സംവിധാനം എന്നീ പുരസ്കാരം നേടിയ മലയാള സിനിമ ഏതാണെന്നാണ്? അടുത്ത ക്വസ്റ്റ്യൻ ജലസമാധിയാണ്. 11ാമത്തെ ക്വസ്റ്റ്യൻ. സിന്ധു നദി പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കുന്ന ഭാഗം ഏതാണെന്നാണ്? അത് ചില്ലാറാണ്. 12. ഇടിമിന്നലോട് കൂടിയിട്ടുള്ള സാധാരണയായിട്ട് ഉച്ചയ്ക്ക് ശേഷം പെയ്യുന്ന മഴ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഉച്ചലിത വൃഷ്ടി എന്ന പേരിലാണ്. 13. ഉത്തരേന്ത്യൻ സമതലത്തിൽ മെയ് ജൂൺ മാസങ്ങളിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റ് ഏതാണ്? അത് ലൂ ആണ്. ജിം കോർബേറ്റ് ദേശീയോദ്യാനം ഏത് സംസ്ഥാനത്താണ്? ഉത്തരാഖണ്ഡിലാണ് ജിം കോർബേറ്റ് ദേശീയോദ്യാനം. 15. ടൈഗർ സ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? മധ്യപ്രദേശാണ്. 2020 ടൊറന്റോ രാജ്യാന്തര ഫിലിം ഫെസ്റ്റിവലിൽ അംബാസിഡറായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട ബോളിവുഡ് നടി ഏതാണ്? പ്രിയങ്ക ചോപ്ര. അടുത്ത ക്വസ്റ്റ്യൻ. ജമ്മുവിലെ ചരിത്ര പ്രസിദ്ധമായ സിറ്റി ചൗക്കിന്റെ പുതിയ പേര് ഏതാണെന്നാണ്? ഭാരത് മാത് ചൗക്കാണ്. 18. ഇന്ത്യക്ക് പുറത്ത് സ്ഥാപിതമായിട്ടുള്ള ആദ്യ യോഗ സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് ലോസ് ഏഞ്ചൽസിലാണ്. 19. ലോക ഭാഷകളെ പറ്റിയുള്ള പുതിയ കണക്കുകൾ പ്രസിദ്ധീകരിച്ച എഗ്നോലോഗ് പ്രകാരം ലോകത്ത് ഏറ്റവും അധികം ജനങ്ങൾ സംസാരിക്കുന്ന മൂന്നാമത്തെ ഭാഷ ഹിന്ദി ഭാഷയാണ്. 20. 2020 ഫെബ്രുവരിയിൽ ഇന്ത്യ സന്ദർശിച്ച വിദേശ രാജ്യ തലവൻ ആര് എന്നാണ്? അടുത്ത ക്വസ്റ്റ്യൻ. ഡൊണാൾഡ് ട്രംപ് ആണ്. 21. ജവഹർലാൽ നെഹ്റുവിന്റെ അന്ത്യവിശ്രമ സ്ഥലം ശാന്തിവനമാണ്. 22. ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റു ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. നീലം കലാപം നടന്നത് ഏത് സംസ്ഥാനത്തിലാണ്? ബംഗാളിലാണ്. 24. ഇന്ത്യൻ പ്രസിഡന്റ് പദത്തിനും മുൻപ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് വഹിച്ചിരുന്ന പദവി ഏതാണെന്നാണ്? ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യയുടെ രണ്ടാമത്തെ രാഷ്ട്രപതി ആരാണ്? ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറെയും മെമ്പർമാരെയും സ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യാൻ അധികാരമുള്ളത് ആർക്കാണ്? രാഷ്ട്രപതിക്ക്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം ഏതാണ്? ന്യൂഡൽഹിയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായത് 1993 ഒക്ടോബർ 12. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനാണ് ജസ്റ്റിസ് രംഗനാഥ് മിശ്രയാണ്. ദേശീയ മനുഷ്യാവകാശ അംഗങ്ങളെ പദവിയിൽ നിന്നും നീക്കം ചെയ്യാൻ അധികാരമുള്ളത് ആർക്കാണ്? കേന്ദ്ര സർക്കാരിന്. ഇന്ത്യയുമായിട്ട് വാണിജ്യ ബന്ധം സ്ഥാപിച്ച ആദ്യ യൂറോപ്യൻ ശക്തി ഏതാണ്? ഇത് പോർച്ചുഗീസുകാരാണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ഇന്ത്യയുടെ ഭരണം ബ്രിട്ടൻ ഏറ്റെടുത്തത് ഏത് വർഷമായിരുന്നു? 1858. ബംഗാളിൽ ദ്വിഭരണം നിർത്തലാക്കിയ ഗവർണർ ജനറലാണ് വാറൻ ഹേസ്റ്റിങ്സ് ആണ്. ആധുനിക ഭാരതത്തിന്റെ നവോത്ഥാന നായകൻ എന്ന് അറിയപ്പെടുന്നത് ആര്? രാജാറാം മോഹൻ റോയ് ആണ്. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് രാജാറാം മോഹൻ റോയ് ആണ്. ഇന്ത്യയുടെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് എന്തിനെയാണ്? മൗലികാവകാശങ്ങൾ. ഇന്ത്യൻ ഭരണഘടനയുടെ ആണിക്കല്ല് എന്നറിയപ്പെടുന്നത് മൗലികാവകാശങ്ങളാണ്. സമ്മതിദായ അവകാശം വിനിയോഗിക്കൽ ഭരണഘടനയനുസരിച്ച ഡേഷാണ്. ഇതൊന്നുമല്ല. അപ്പം മൗലികാവകാശം, മൗലിക സ്വാതന്ത്ര്യം, നിയമം മൂലം നിർബന്ധിതമായ കടമ. അപ്പം ഇതൊന്നുമല്ല. 39ാമത്തെ ക്വസ്റ്റ്യൻ. മതം, വർഗം, ജാതി, ലിംഗം, ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഒരു പൗരനോടും വിവേചനം പാടില്ല എന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? അനുച്ഛേദം 15. 40. പൗരന്മാരുടെ മൗലിക അവകാശങ്ങളുടെ മേൽ ആവശ്യമായിട്ടുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനുള്ള അധികാരം ആർക്കാണ്? പാർലമെന്റ്. 41. മാസ്റ്റർ വീവർ സമ്പ്രദായവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കുടിൽ വ്യവസായം ഏതാണ്? കൈത്തറിയാണ്. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി എവിടെയാണ്? കൊച്ചിയിലാണ്. പള്ളിവാസൽ പദ്ധതി ഏതുമായിട്ടാണ് ബന്ധപ്പെട്ടിട്ടുള്ളത്? ഏത് നദിയിലാണുള്ളത്? അത് മുതിരപ്പുഴയിലാണ്.
കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി ആരംഭിച്ച വർഷം 1972. കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ പാതയാണ് പാത 744 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ തിരുമംഗലം, കൊല്ലം. അഞ്ചുതെങ്ങ് കലാപം നടന്ന വർഷം 1697. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണാട്ടിൽ ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാന പണ്ടകശാല ഏതാണ്? അഞ്ചുതെങ്ങാണ്. പഴശ്ശി കലാപ സമയത്ത് തകർക്കപ്പെട്ട ഏഷ്യയിലെ തന്നെ ആദ്യത്തേതും ഏറ്റവും വലുതുമായ കുറുവാത്തോട്ടം ഏതാണ്? അഞ്ചരക്കണ്ടിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വേലുത്തമ്പി ദളവയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപനാണ് കേണൽ ലീഗർ. കാലടിയിൽ രാമകൃഷ്ണ അദ്വൈതാശ്രമം സ്ഥാപിച്ചത് ആഗമാനന്ദ സ്വാമിയാണ്. കേരളത്തിലെ വടക്കുഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് കർണാടക. കേരളത്തിലെ ആകെ താലൂക്കുകളുടെ എണ്ണം 77 ആണ്. വേനൽക്കാലത്തെ ശരാശരി മഴ എത്രയാണ്? 40 സെന്റിമീറ്റർ ആണ്. ചുവടെ ചേർത്തിട്ടുള്ളവയിൽ ജൈവസമ്പുഷ്ടമായ മണ്ണിനം ഏതാണ്? പർവ്വത മണ്ണ്. പക്ഷി നിരീക്ഷകനായ ഡോക്ടർ സലീം അലിയുടെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ പക്ഷി സങ്കേതമാണ് തട്ടേക്കാട്. അക്കാമ ചെറിയാന്റെ ജനനം കാഞ്ഞിരപ്പള്ളിയാണ്. ആഗമാനന്ദ സ്വാമി ആദ്യം ആശ്രമം സ്ഥാപിച്ചത് പുതുക്കാട്. അക്കാമ ചെറിയാനെ തിരുവിതാംകൂറിന്റെ ഝാൻസി റാണി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഗാന്ധിജി. കേരള പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേറ്റിന്റെ ആസ്ഥാനം തൃശ്ശൂർ. കേരളത്തിന്റെ ആദ്യത്തെ കർഷക തൊഴിലാളി സമരത്തിന്റെ വേദിയായ സ്ഥലം ഏത്? വെങ്ങാനൂര്. ആന്റിജൻ ഇല്ലാത്ത രക്തഗ്രൂപ്പ് ഏത്? O ഗ്രൂപ്പ്. ശരീരത്തിന്റെ തുലനാവസ്ഥ നിയന്ത്രിക്കുന്ന ഭാഗം സെറിബെല്ലം. മനുഷ്യനിൽ എത്ര തരം പല്ലുകളാണുള്ളത്? 4 തരം. ശ്വാസകോശത്തിൽ പൊതിഞ്ഞു കാണുന്ന സംരക്ഷിക്കുന്ന ആവരണമാണ് പ്ലൂറ. ഒരു ചലനത്തിന്റെ പേശിയുടെ നീളം കൂടുകയാണെങ്കിൽ ആ കോൺട്രാക്ഷൻ അറിയപ്പെടുന്നത് എസെൻട്രിക്. പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് സെറിബെല്ലം. സെഹദ് എന്ന ടെലിമെഡിസിൻ പദ്ധതി ഉദ്ഘാടനം നിർവഹിച്ചത് ആരായിരുന്നു? രവിശങ്കർ പ്രസാദാണ്. ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന പ്രദേശമാണ് ആമസോൺ മഴക്കാടുകൾ. ശരീരത്തിൽ ഇരുമ്പിന്റെ ആഗിരണം ഉത്തേജിപ്പിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ സി. രക്തം കട്ടപിടിക്കുന്നതിനും ആവശ്യം വേണ്ട ജീവകമാണ് ജീവകം കെ. താഴെ പറയുന്നവയിൽ ഏതിന്റെ ന്യൂക്ലിയസിലാണ് ന്യൂട്രോൺ ഇല്ലാത്തത്? പ്രോട്ടിയം. കെ ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 2 ആണ്. സോപ്പ് ജലത്തിൽ ലയിക്കുമ്പോൾ ജലത്തിൽ പ്രതലബലം കുറയും. മെൻഡലിയേഫിന്റെ ആവർത്തന പട്ടികയിൽ മൂലകങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് ആറ്റോമിക മാസിന്റെ ആരോഹണ ക്രമത്തിലാണ്. സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണത്തിലൂടെ പുറത്തുവിടുന്ന വാതകം ഏതാണ്? ഓക്സിജൻ. ഊർജത്തിന്റെ CGS യൂണിറ്റ് ഏതാണ്? എർഗാണ്. ഉരുളൽ ഘർഷണം നിരങ്ങൽ ഘർഷണത്തേക്കാൾ കുറവായിരിക്കും. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവാണ് പിണ്ഡം. സൂര്യനിൽ നിന്നും പ്രകാശത്തിനും ഭൂമിയിലെത്താൻ ഡേഷ് സമയം മതിയാകും? 8.2 മിനിറ്റ്. സ്ഥാനാന്തരത്തിന്റെ യൂണിറ്റ് എത്രയാണ്? മീറ്റർ ആണ്. ഏതാണെന്നാണ്? മീറ്റർ ആണ്. 1. അപ്പം ഇത്രയുമാണ് GK ക്വസ്റ്റ്യൻസ് ആയിട്ടുള്ളത്. ബാക്കി മാത്സ് ആണ് ഉള്ളത്. അപ്പം നിങ്ങളൊന്ന് മാത്സ് ചെക്ക് ചെയ്യുക. താങ്ക് യു ഓൾ. എല്ലാവരും മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഓൾ.